നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മലയോര മേഖലയിൽ ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണം. പേരാമ്പ്രയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുക, ഉത്തരവാദികളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ നടത്തിയ ഹർത്താൽ ഏറെക്കുറെ ഭാഗികം. കായണ്ണ, പേരാമ്പ്ര, മേപ്പയൂർ, കടിയങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ കടകൾ അടഞ്ഞുകിടന്നു. തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. രാവിലെ ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും തടഞ്ഞു. ആളെ കയറ്റി തിരിച്ചുവരാൻ പാടില്ലെന്ന് പറഞ്ഞാണ് വാഹനങ്ങൾ ഓടാൻ അനുവദിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഹർത്താലിനോട് പേരാമ്പ്രയിലെ കച്ചവടക്കാരും മറ്റു തൊഴിലാളികളും ഓട്ടോ ടാക്സി തൊഴിലാളികളൊക്കെ പരിപൂർണമായി നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇനി കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ്, അതുപോലെ KSRTC കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ്, ബസ്സാണ്. ജനങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടുകൂടാത്തത് കൊണ്ട് അവരോട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തിരിച്ച് ആളുകൾ എടുത്തിങ്ങോട്ട് വരരുതെന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തടയുന്നു, അവരെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശരി, വരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പേരാമ്പ്രയിലെ മറ്റേ വടകര അതുപോലെയുള്ള റൂട്ടിലെ മുഴുവൻ വാഹനങ്ങളും നിർത്തിയിട്ട് ഞങ്ങൾ സഹകരിച്ചിരിക്കുകയാണ്. ഓട്ടോ ടാക്സി ഡ്രൈവർമാരൊക്കെ പരിപൂർണമായി ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്, മറ്റു തൊഴിലാളികൾ സഹകരിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലെ കച്ചവടക്കാരൊക്കെ തന്നെ പരിപൂർണമായി അവർക്ക് പങ്കുചേർന്നിട്ടുണ്ട്. സ്വമേധയാ അവരൊക്കെ പങ്കാളികളായി മാറിയിട്ടുണ്ട്. ചാനിയംകടവ്, പയ്യോളി ഭാഗത്തേക്ക് വാഹനങ്ങൾ ഓടിയില്ല. അതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടി. ഹർത്താൽ പ്രഖ്യാപിച്ചാലും ഇവിടെ മിൽമയും പത്രവും ഇതെല്ലാം ഒഴിവാക്കല. ഇപ്രാവശ്യം മിൽമ എന്ന് പറഞ്ഞില്ല, പേരാമ്പ്രങ്ങാടിയിൽ വെള്ളം കുടിക്കാനില്ല, ജനങ്ങൾ കഷ്ടപ്പെടുക. EMS ആസ്പത്രിന്റെ അടുത്ത് പോയിട്ടാണ് ചായ കുടിക്കുന്നത്. EMS ആസ്പത്രിന്റെ അടുത്ത് ഭയങ്കര തിരക്കാണ്. ഇവിടെ കൊയിലാണ്ടി ഹർത്താൽ ഇല്ല എന്നാ പറയുന്നത്. കോഴിക്കോടൊക്കെ പീടി തുറന്നെങ്കിൽ, ഉള്ളിയേരി പീടി തുറന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.